നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ICICI ബാങ്ക് ഒരു 4% അതിശക്തമായ ഒരു റാലി രേഖപ്പെടുത്തിയപ്പോൾ അതിനോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കും SBIയും ഈ ഒരു റാലിയിൽ പങ്കാളിയാവുകയും ബാങ്ക് നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു. കൂടാതെ തന്നെ ഇന്നലെ FIs ഇന്നലെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു 162 കോടി രൂപ. അപ്പോൾ 162 കോടി രൂപ അവർ സ്വാഭാവികമായിട്ട് നടത്തുന്ന സെല്ലിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജ് മാത്രമാണെങ്കിൽ കൂടിയും അവർ ബൈയിങ് മോഡിൽ തന്നെ ഇന്നലെ നിലകൊണ്ട് എന്നുള്ളതാണ്. DIs വലിയ തോതിൽ ബൈ ചെയ്യുന്ന DIs ഇന്നലെ 669 കോടി രൂപക്കാണ് ബൈ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ് മോഡലായിരുന്നുവെങ്കിൽ കൂടിയും അവരുടെ നെറ്റ് ബൈയിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 900 കോടി രൂപക്ക് താഴെയാണ്. പക്ഷേ ഇന്നലെ നടന്നത് അതിശക്തമായിട്ടുള്ള ഒരു റാലിയാണ്. അത് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ബൈ ആണ് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പോൾ അത് നടന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും നാളത്തെ എക്സ്പയറി ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ഇന്ന് ഉണ്ടാവും. നാളെ മാർക്കറ്റ് അവധിയാണുള്ളത്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചെങ്കിൽ കൂടിയും US മാർക്കറ്റ് ഡോ ജോൺസും നാസ്ഡാക്കും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എസ്പെഷ്യലി ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസിലൊന്നും തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടില്ല. മറിച്ച് ഇന്നലെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു റാലി അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് ഇന്നലെ അവിടെ ഫ്ലാറ്റായ രീതിയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി ഇന്ന് രാവിലത്തെ ഡേറ്റയിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയാണ് പ്രധാനം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമ്മൾ വലിയ തോതിലുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഗ്യാപ്പ് ഡൗൺ ആസ് ഓഫ് നൗ ഇതുവരെ ഇല്ല. ഒരു ഫ്ലാറ്റായ രീതിയിലാണ് നിലകൊള്ളുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി. ഈ എൻറ്റയർ ഏഷ്യൻ മാർക്കറ്റും അതുപോലെ തന്നെയാണ്. കാരണം ഇന്ന് ഏപ്രിൽ 30 ഏകദേശം 7:30 US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 30. അതുപോലെ തന്നെ നാളെയാണ് ആഗോള വിപണി കാത്തിരിക്കുന്ന US നിന്നുള്ള ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. അത് ഏകദേശം ഒരു രാത്രിയാണ് വരുന്നത്, May 1 രാത്രിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പൊസിഷൻസ് എല്ലാം തന്നെ നിഫ്റ്റിയിലേക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഇന്ന് മിഡ് ക്യാപ്പ് കമ്പനീസിലുള്ള വമ്പന്മാരുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇൻഡസ് ടവർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അദാനി ഗ്രീൻ, അദാനി ടോട്ടൽ ഗ്യാസ്, കാസ്ട്രോൾ ഇന്ത്യ, സെൻട്രൽ ബാങ്ക്, ചോളമണ്ഡൽ ഫിനാൻസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, ഹാവൽസ് ഇന്ത്യ, നവാക്കോ വിസ്റ്റ, REC തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. നേരെ സൂചിപ്പിച്ച പോലെ ഇന്നലെ FIs 169 കോടി രൂപയുടെ ബൈയിങ്, DIs 692 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നെസ്ലയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കാറുള്ള ഒരു കമ്പനിയാണ് നെസ്ലെ. ഇവരുടെ ബേബീസ് പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷുഗറിൻ്റെ അംശം വളരെയധികം കൂടുതലാണ് എന്നുള്ള കാരണം കൊണ്ട് മിനിസ്ട്രിയാണ് നേരിട്ട് ഇടപെട്ട് ഹെൽത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ലേബൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MD പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഷുഗർ കണ്ടൻ്റ് എല്ലാം തന്നെ കുറയ്ക്കുമെന്നുള്ളതാണ്. ടാറ്റ കെമിക്കൽസ് റിസൾട്ട് വന്നു. ലോസ് 850 കോടി രൂപ, കഴിഞ്ഞ തവണ 700 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നാണ് ലോസ് ആയിട്ടുള്ളത്. ക്യാൻ ഫിലിംസ് ഹോംസ് കമ്പനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 25% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ചിട്ടുണ്ട്. ഷോപ്പി സ്റ്റോപ്പ് കമ്പനി ഇവരുടെ ക്വാർട്ടർ റവന്യൂ 1000 കോടി രൂപ കവിഞ്ഞു. ബ്യൂട്ടി ബിസിനസ് ഏകദേശം 7% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ജില്ലറ്റ് ഇന്ത്യ കമ്പനി മെൻസ് ഗ്രൂമിംഗ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 3% ഇടിഞ്ഞ് 99 കോടി രൂപയായിട്ടുണ്ട്. ഹോളിവുഡിൽ ചില സമയങ്ങളിൽ താടിയൊക്കെ വെക്കുന്ന ഒരു ട്രെൻഡ് വരുമ്പോൾ അപ്പോഴും ജില്ലറ്റിൻ്റെ എല്ലാം തന്നെ സെയിൽസ് കുറയുമായിരുന്നു. KC ഇൻ്റർനാഷണൽ കമ്പനി അവർക്കൊരു പുതിയ ഓർഡർ കിട്ടി, 1000 കോടി രൂപയുടെ ഓർഡർ. UCA ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 10% ഇടിഞ്ഞ് 525 കോടി രൂപ. റൊസാരിയ ബയോടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 17% ഉയർന്നു. റവന്യൂവും 16% ഉയർന്നിട്ടുണ്ട്. RVNL കമ്പനിക്ക് സദേൺ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. NMDC കമ്പനി ഇവർ സ്റ്റീൽ അയൺ ഓണിൻ്റെ എല്ലാം തന്നെ പ്രൈസ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസാണുള്ളത്. JNK ഇന്ത്യ കമ്പനി
പ്രമുഖ ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ഇവരുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 415 രൂപയാണ്. അപ്പോൾ ഇന്ന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്ന ആളുകൾ സന്തോഷം കമൻറ്റിൽ പങ്കുവെക്കുക. റിലയൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഗ്ലോബൽ ക്രൂഡ് കമ്പനിയായിട്ടുള്ള ഷെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ഇവർ ക്രൂഡ് എല്ലാം തന്നെ വാങ്ങുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ്. റൈറ്റ്സ് കമ്പനി ബംഗ്ലാദേശ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. M&M കമ്പനി ഇവരുടെ XUV 3XO എന്ന് പറയുന്ന ഒരു XUV ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 7.49 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു XUV 300 ആ ഒരു റേഞ്ചിലുള്ളൊരു വണ്ടിയായിരിക്കും ബ്രസ്സേനൊക്കെ ആയിട്ടൊക്കെ മത്സരിക്കാൻ തക്കവണ്ണം. വികാസ് ലൈഫ് കെയർ കമ്പനി ഇവർ 8 കോടി രൂപയാണ് സ്മാർട്ട് മീറ്റേഴ്സ് പ്ലാന്റ് നോയിഡയിൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ ആരംഭിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും ഗ്രീനിലടച്ചു. FTSE ഗ്രീനിലടച്ചെങ്കിലും ജർമ്മനും ഫ്രാൻസും റെഡിലടച്ചു. ഇന്ത്യ വിക്സ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റ് അതിന് മുകളിൽ ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1200 പോയിൻ്റ് റാലി. ഗോൾഡ് 2334, ബ്രന്റ് ഓയിൽ $88 per ounce. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കാണാം ഇൻഫോസിസ്, വിപ്രോ ഫ്ലാറ്റ് ആയിരുന്നു. SCC ബാങ്ക് ഇന്നലത്തെ റാലി അവിടെ റിഫ്ലക്ട് ചെയ്തു. HDFC ബാങ്ക് ഫർദറായിട്ടൊന്നും റാലി ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. ഇനി 2 ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 49,424, PCR 1.65 ആണ്. 49,500, 50,000 മേജർ റെസിസ്റ്റൻസ് സോൺ, 49,900, 48,500 മേജർ സപ്പോർട്ട് സോൺ. ഫിൻനിഫ്റ്റി 21,800 സ്പോട്ട് ഉള്ളത്, 22,000 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ, 21,400, 500 റേഞ്ചുകളാണ് സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ ഇന്ത്യ വിക്സ് ഒരു 12% സ്പൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിക്സ് ഫോൾ ആകുകയാണെങ്കിൽ റൈറ്റ് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ കുറച്ച് ബെനിഫിറ്റ് കിട്ടും. ഇനി ഇന്നലെയും കുറേ ആളുകൾ ഓപ്ഷൻ നമ്മൾ ന്യൂസിൽ ഒരുപാട് ആളുകൾ ലോസാണ് വരുത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ ഇന്നലെ ഈവൻ ഒരു കോളോ പുട്ടോ ബൈ ചെയ്ത് വെച്ചിട്ടെങ്കിൽ കൂടിയും അപ്പോഴും വിക്സ് ഇടിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രീമിയം കുറയും. അപ്പോൾ വിക്സും പ്രീമിയം തമ്മിലുള്ള ബന്ധം, വിക്സ് കൂടുമ്പോൾ പ്രീമിയം കൂടുന്നുണ്ട്, വിക്സ് കുറയുമ്പോൾ പ്രീമിയം കുറയുന്നുണ്ട്. അപ്പോൾ അത് വിക്സ് സഡൻ ഫോൾ ആകുമ്പോൾ ഈവൻ നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു തീറ്റ DKയുടെ എഫക്റ്റും ഈ ഒരു വിക്സിൻ്റെ ഫോളും ഡബിൾ ഇമ്പാക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. നേരെ മറിച്ച് ദോഷം മീൻസ് മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് പോയാൽ പോലും ലോസ് വരാനുള്ള സാധ്യത ഈ 2 ഘടകങ്ങൾ കൊണ്ട് ഉണ്ട് എന്നുള്ളത് ഓപ്ഷൻ ഗ്രീക്സായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. അത് ശ്രദ്ധിക്കുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം.